അപ്പോൾ നമുക്ക് ഇന്നലത്തെ ബാക്കി കഥ കേട്ടാലോ? നമ്മൾ കുക്കിംഗ് മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചെറുവിവിൻ്റെ കുളി. കുളിപ്പിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യലും കുളിപ്പിക്കലും ഒക്കെ ഒറ്റയ്ക്ക് ഇത്തിരി പാടാണ്. പക്ഷെ ഞാൻ അതും മാനേജ് ചെയ്തു കേട്ടോ. നമുക്ക് ശരിക്കും ഒറ്റപ്പെട്ട് പോണ സമയത്ത് ഒരു ഇത്തിരി വിൽ പവർ ഉണ്ടായാൽ നമുക്ക് തിരിച്ച് കയറി പോരാൻ പറ്റും. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യമാണ് കേട്ടോ. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് അവനെ കിടത്തി ഉറക്കി. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പം ആൾ ചാടി എണീക്കും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ദാ അക്കച്ചി വന്നു. പിന്നെ അക്കച്ചിയുടെ കുളിയായി, സ്നാക്സായി, ഹോംവർക്കായി. ഇതിൽ എൻ്റെ പല കാര്യങ്ങളും കോംപ്രമൈസ്ഡ് ആണ്. എന്നാൽ പോലും കുട്ടികളുടെ കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് നടക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനമാണ്. എന്നാൽ ഇച്ഛായി വന്ന വഴിക്ക് ഞാൻ കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് ബാക്കി പണികളൊക്കെ ഒതുക്കി വേഗം കുളിച്ച് കയറി കിടന്നങ്ങ് ഉറങ്ങി. ഇനി നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എന്ത് സ്ട്രഗിളും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും.